നമസ്കാരം. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകപ്പെടുന്ന കെട്ടിടം അല്ലെങ്കിൽ സ്ട്രക്ചർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ഇന്ത്യയിലെ അയോധ്യ ശ്രീരാമക്ഷേത്രമായിരിക്കാം. പുതുതായി പണി കഴിപ്പിച്ച, അതായത് ഏതാണ്ട് 5 നൂറ്റാണ്ടുകൾ നീണ്ട സമര പോരാട്ടങ്ങൾക്കൊടുവിൽ ഏറ്റവും ഒടുവിലായി സ്വതന്ത്ര ഭാരതത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം തീർപ്പ് കൽപ്പിച്ച ഒരു തർക്കത്തിനൊടുവിലാണ് ഈ രീതിയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. 2019 വന്ന ആ ചരിത്ര വിധി, അതിനുശേഷം ക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ആ ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ ദ്രുതഗതിയിൽ തന്നെ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2020 അതിന് തറക്കല്ലിട്ടത്. 2024 രാഷ്ട്രം പുതിയൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഈ മാസം, അതായത് ജനുവരി 22 അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. അതിനുശേഷം അയോധ്യ ശ്രീരാമക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ പോവുകയാണ്. എന്തായാലും നൂറ്റാണ്ടുകളുടെ തർക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തർക്കങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഏതാണ്ട് എതിർകക്ഷികൾ പോലും ഇപ്പോൾ, അന്ന് എതിർകക്ഷികളായിരുന്നവർ പോലും ഇന്ന് ശ്രീരാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നുണ്ട്. ശ്രീരാമക്ഷേത്രം എന്ന വസ്തുതയെ, എന്ന സത്യത്തെ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ചില രാഷ്ട്രവിരുദ്ധ ശക്തികൾ, ചില വിദേശ ശക്തികൾ അവർക്ക് ഈ അയോധ്യയിൽ ഉയർന്നു വരുന്ന ശ്രീരാമക്ഷേത്രം അവരിൽ വലിയ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. തീർച്ചയായും ഈ രാജ്യത്തിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ചുകൊണ്ടിരുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർക്ക് പിന്തുണ നൽകുന്ന ചില തീവ്രവാദ സംഘടനകൾ, മതതീവ്രവാദ സംഘടനകൾ, ഇവരെല്ലാം തന്നെ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുന്നതിൽ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് ഗവൺമെൻറ്റിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഇപ്പോൾ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അയോധ്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒട്ടനവധി വാർത്തകൾ വരുന്നുണ്ട്. സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയും UP പോലീസും വളരെയധികം സുരക്ഷ നൽകുന്നുണ്ട്. സുരക്ഷയ്ക്കായി 7 ലെയറുകളുള്ള സുരക്ഷാ സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെയുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് അയോധ്യയിൽ UPയുടെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ? അവർ ഏതെങ്കിലും തരത്തിൽ അയോധ്യയിൽ തീവ്രവാദ ആക്രമണത്തിന് പദ്ധതി ഇടുകയായിരുന്നോ? ഇതൊക്കെ ഇനിയും പുറത്തു വരേണ്ട വിഷയങ്ങളാണ്. ഒരുപക്ഷെ അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുൻകരുതൽ അറസ്റ്റ് ആയിരിക്കാം. പക്ഷേ ഇതുവരെ സർക്കാർ അയോധ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വാർത്ത തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്. കാരണം അയോധ്യ ഒരു വലിയ സുരക്ഷാ വലയത്തിലാണ്. ലോകോത്തരമായ സുരക്ഷയാണ് ഇപ്പോൾ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 7 ഘട്ടങ്ങളായിട്ടുള്ള സുരക്ഷയുണ്ട്. UPയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 200 GRP ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചിട്ടുണ്ട്. 400 RPF ഉദ്യോഗസ്ഥരെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സുരക്ഷയ്ക്കായി ഈ 2 വിഭാഗങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. ഒരു കൺട്രോൾ റൂം DGPയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് അയോധ്യയുടെ സുരക്ഷ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കൺട്രോൾ റൂമാണ് ഉത്തർപ്രദേശ് DGPയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ കൺട്രോൾ റൂമിലേക്ക് പലവിധ ഡാറ്റകളും വിവരങ്ങളും ആണ് എത്തുന്നത്. സരയൂ നദി പൂർണ്ണമായും നിരീക്ഷണത്തിലാണ്. അതിന് അപ്പുറം ഈ അയോധ്യയും ചുറ്റുപാടുമുള്ള നഗരങ്ങളുമെല്ലാം വലിയ നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ തടയുന്നതിന് വേണ്ടി 100 സ്നൈപ്പേഴ്സിനെ അയോധ്യയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതുകൂടാതെ 10,000-ഓളം CCTV ക്യാമറകൾ ഇതിനോടകം തന്നെ അണിനിരന്നു കഴിഞ്ഞു. അയോധ്യയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങാണ്. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഉത്തർപ്രദേശ് ഗവർണർ, ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന പുരോഹിതന്മാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ വിവിധ ദേശീയ നേതാക്കൾ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതാക്കൾ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കൾ എന്നിങ്ങനെ VIP-കളുടെ ഒരു വൻ നിര തന്നെ ജനുവരി മാസം 22 നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ
സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കൃത്യമായി യാതൊരു തടസ്സവും കൂടാതെ നടത്തുക എന്നുള്ളതാണ് ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം അയോധ്യയെ ഇനി ആരും ഉന്നം വയ്ക്കാത്ത തരത്തിലുള്ള സ്ഥിരമായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സുരക്ഷ നൽകപ്പെടുന്ന ഒരു കെട്ടിടമായിരിക്കാം ഈ വരുന്ന നാളുകളിൽ അയോധ്യ ശ്രീരാമക്ഷേത്രം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.